വരൂ ഗായ്സ്, ഐറാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തകിലപ്പുല്ല് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യുന്ന ഒരു മരുന്ന് തയ്യാറാക്കാം. ഇങ്ങനെ കൊതുക് പിന്നെ ഈച്ച അങ്ങനത്തെ എല്ലാം വരുന്ന പ്രാണികളെല്ലാം ഉണ്ട്, അകറ്റാൻ വേണ്ടി നമുക്കൊരു മരുന്ന് തയ്യാറാക്കാം. ഇതാ നമ്മുടെ കാട്ടിൽ ഉണ്ടാകുന്ന വിഷം നടിക്കാത്ത നല്ല നല്ല സുഗന്ധ മണം വണക്കത്ത് ഒരു പുല്ലാണ് തകിലപ്പുല്ലെന്ന് പറയും. നല്ലൊരു മണമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മണമാണത്. നല്ലൊരു മണം. ഇതുപോലെ നമുക്ക് മുറിച്ചിട്ട് മിക്സീൻ്റെ ജാറിൽ നമുക്ക് അരച്ചെടുക്കാം. നല്ല വായിൽ അരച്ചെടുത്തിട്ട് അതിൻ്റെ നീര് എടുക്കാം. നമുക്ക് അത്യാവശ്യം വെള്ളവും ചേർത്ത്, പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, ചിലവില്ലാത്തൊരു സാധനമല്ല നമുക്കിത്. ഇതുപോലെ മുറിച്ചിട്ട് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മിക്സീൻ്റെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുത്ത് ഇതിൽ ലേശം വെള്ളം കൂട്ടി ഇതുപോലെ അരിച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിൻ്റെ പിണ്ടിയെല്ലാം കളഞ്ഞിട്ട് ഞാനിതാ അരച്ചെടുത്ത ഇതാണ് നീര്. അത് നമുക്ക് ഈ തറയിൽ ടൈൽസിലെല്ലാം ഒരു മുഷിഞ്ഞ മണമുണ്ട്, അതിൻ്റെ ഒരു തുടച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു മുഷിഞ്ഞ മണം. ആ മണത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഒറ്റ മൂലിയാണിത്. ഇതുപോലെ നല്ലൊരു മണമാണിത്. ഇതുപോലെ ഞാനിതാ തയ്യാറാക്കിയ ആ നീര് ഇതിലേക്ക് ഓരോരോ തുള്ളിയായിട്ട് ഇട്ടിച്ചെടുക്കുന്നത്. അതുപോലെ ഞാൻ ബക്കറ്റിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തറ തുടക്കാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ഇതുപോലെ ഞാനൊരു മഫ് എടുത്തിട്ട് ഇത് വെള്ളം ഒഴിച്ച് ഇതുപോലെ തുടച്ചെടുക്കട്ടെ. നല്ലൊരു മണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നൊരു മണം. അത് പൈസയൊന്നും ചിലവില്ലല്ലോ, അധികം പൈസയൊന്നും ചിലവില്ലാത്തൊരു സാധനമാണ്. ആർക്കും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഇതുപോലെ ഞാനൊരു ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇത് ചൂടുവെള്ളത്തിൽ വെച്ചാൽ കുറേ നാൾക്ക് കേടുകൂടാതെ വെക്കും. ഞാൻ ചൂടുവെള്ളത്തിലല്ല തയ്യാറാക്കും, ഞാൻ പച്ചവെള്ളത്തിലാണ്. ഇത് കൊതാക്കൂടി നല്ലൊരു പച്ച കളർ കിട്ടിയിട്ടുണ്ട്. പ്രകൃതിയിൽ നിന്ന് തന്നെ ഉണ്ടായൊരു സാധനമാണ്. ഇലപ്പുല്ല് എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നത്? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്ത് പറയുന്നതെന്ന് അറിയില്ല, കമൻസിലൂടെ അറിയിക്കണം. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.